ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചക്ക ഹൽവ. അപ്പോൾ അതിൻ്റെ ശർക്കര നമ്മളിതാക്കി ഉരുക്കി ഉണ്ട്. ചക്ക നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചക്ക ഇടാൻ പോവാണ്. ഒത്തിരി ഉണ്ട്. ചക്കയുടെ ആ മഞ്ഞ കളറൊക്കെ കണ്ടാൽ എത്ര ഭംഗിയാണല്ലേ. പണ്ടുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെയായിരുന്നു കഴിക്കുന്നത്. ചക്ക സീസണിൽ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. ഇന്നത്തെ ആൾക്കാർ ഇതൊന്നും അറിയില്ല. പ്രായമുള്ളവരുണ്ടാക്കി കൊടുത്താൽ തിരികെ മെനക്കെടാൻ വയ്യ. നമ്മുടെ ചക്ക ഇങ്ങനെ വിളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് അടി പറ്റും. അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നമ്മൾ അടുപ്പി വെച്ചാലേ അത് നല്ല തീയായിരിക്കും. ഗ്യാസേ വെച്ചാൽ അത്ര ഇതില്ല. കണ്ടോ, നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. കൈയൊന്നും ഇട്ടുപോയാൽ അത് അടി പറ്റും. നല്ലതായിട്ട് ഇളക്കണം. ഇത് നമ്മൾ ഇളക്കി ഒരു പരുവമായിട്ടുണ്ട്. ഇനി അമ്മ നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യിൻ്റെ കളറുണ്ടോ, നമ്മുടെ നെയ്യ്. അത്ര മതി അമ്മ നെയ്യ്. അത് പറ്റട്ടെ. ഇനി പറ്റി കഴിയുമ്പോൾ പിന്നെ ഇത് അടി പറ്റുമ്പോൾ പിന്നെ അടുത്ത നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇളക്കി കണ്ട അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നെയ്യ് ഇനി ഇറങ്ങില്ല. ഉണ്ട് നെയ്യ് ഇതിൽ ഇറങ്ങി വരുന്നത്. നെയ്യ് ഇതിൽ നിന്ന് ഇറങ്ങി വരും. അന്നേരമാണ് ഒരുമാതിരി പാകമാകുന്നത് അല്ലേ. ഇനിയും നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ലാസ്റ്റ് വിട്ട് വരണം. അപ്പോഴാണ് ഇതിൻ്റെ പരുവ്. പൊടികളൊക്കെ ഇടണ്ടായോ? ഇല്ല. കണ്ടോ, ഇത് പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഇതാണ്, ഇതുപോലെ വരണം. ഇങ്ങനെയാണ് പാകമാകുന്നത്. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. ഇനി നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി ഇടുകയാണ്, ചുക്കും കൂടെ. അതൊക്കെ നമ്മളിങ്ങനെ ഇളക്കും. അങ്ങനെ എണ്ണയൊക്കെ കണ്ടോ തെളിഞ്ഞ് വരുന്നുണ്ട്. കണ്ട സൈഡിൽ കണ്ടോ എണ്ണയൊക്കെ. അതേപോലെ എണ്ണയിൽ തന്നെ കളഞ്ഞ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുന്ന പോലെ കണ്ടോ. എണ്ണയല്ല, നെയ്യ്. സോറി കേട്ടോ, നെയ്യില്ല. നമ്മൾ നെയ്യ് കൂടുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടന്ന് കറങ്ങത്തില്ലേ. ആ ഒരു പരുവം വരുമ്പോൾ ഹൽവയുടെ പണി കഴിഞ്ഞു എന്ന് പറയാം നമുക്ക്. കണ്ടോ,
നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടമായാൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ തരണേ കൂട്ടുകാരെ. നമ്മുടെ ചെറിയ ചാനൽ വിജയിപ്പിക്കണേ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അങ്ങനെ നമ്മുടെ ചക്ക ഹൽവ ഒരു തീരുമാനത്തിലെത്തി. നെയ്യ് തെളിഞ്ഞ് വന്ന് നെയ്യ് കിടന്ന് കറങ്ങുന്നു. നെയ്യുണ്ട് ഇറങ്ങുന്നുണ്ട്. നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ പാത്രത്തിലോട്ട് നെയ്യൊക്കെ ഒഴിച്ച് അത് ഒരു ഹൽവയുടെ ഷേപ്പിലാക്കും. നമ്മൾ ഹൽവ ഇങ്ങനെ ലാസ്റ്റിൽ ഷേപ്പ് ചെയ്ത് വെക്കും. എല്ലാ സൈഡും ഒരേപോലെ അമർത്തി. അപ്പം അങ്ങനെ നമ്മുടെ ചക്ക ഹൽവ റെഡിയായി. ഇനി തണുക്കണം.